ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഷുട്ടു ആൻഡ് മമ്മ. അപ്പം ഇതാ രാവിലെ തന്നെ എണീച്ച് ഷുട്ടുപ്പി കുരുത്തക്കേട് തുടങ്ങിയിട്ടുണ്ട്. നമ്മളിപ്പം എൻ്റെ വീട്ടിലാണ് ഉള്ളത്. ഇനി നമ്മൾ ഇന്ന് മുക്കാലി പോവുമല്ലേ ഷുട്ടാ? നല്ല മഴയാ, ഫുൾ മഴ മഴ. ചേച്ചിമാരടുത്ത് മമ്മൻ കഴിച്ചിട്ട് ദോശ തന്നണ്ടേ? എന്നിട്ട് വാക്കാം, ഡ്രസ്സ് ഇടാലോ. വാ, ആണോണ്ട വിളിച്ചോ, ചേച്ചിമാരെ വിളിച്ചോ. ഇതാരെ കൊടയിലേടെ എടുത്തോണ്ടിട്ടേ? ആരെ കൊടയിലും കൊണ്ടിട്ടേ? ചുട്ടാവയാ? ദോശ തിന്നാ നമുക്ക്. ഇന്ന് നമുക്കിപ്പോൾ രാവിലെ തന്നെ ഇതാ നല്ല അടിപൊളി അരിദോശയും പിന്നെ നമ്മുടെ ചെറുപയർ കറിയായിരുന്നു ഉണ്ടായിരുന്നത്. ഞാൻ കുറച്ച് ബാക്കിയുള്ള ചിക്കൻ കറി കൂട്ടിയിട്ടാണ് കഴിച്ചിട്ടുണ്ടായിരുന്നേ. അതാരോ കരയുന്നേ? അച്ചു അച്ചാച്ചി ഇപ്പം വരും. അച്ചാച്ചി ഇവിടെ പോയി. ലോറി വാങ്ങാനോ? ഷുട്ടു ആടുന്ന് കളിക്കുമ്പോഴേക്കും ഞാൻ എന്നാൽ പിന്നെ നേരെ പോയി ചായ വെക്കാമെന്ന് വിചാരിച്ചു. ഇതാ അമ്മ ചെറുപയറൊക്കെ എടുത്ത് വെച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. കുട്ടപ്പൻ എന്തോ നേരത്തെ എണീച്ച് കുളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിന്ന് ആക്ച്വലി എണീക്കാൻ ലേറ്റായി, ഞാനും ഷുട്ടുപ്പിയെല്ലാം. അങ്ങനെ ഇതാ ഞാൻ ചായ വെക്കാമെന്ന് വിചാരിച്ചു. നമ്മളിവിടെ എപ്പോഴും RCMൻ്റെ ചായപ്പൊടിയാണ് വാങ്ങിക്കുക. RCMൻ്റെ ഫുൾ ഫോം എനിക്കറിയില്ല, ആ ഒരു കടയാണത് RCMൻ്റെ. അപ്പോൾ അത് ഭയങ്കര ഫ്ലേവേർഡ് ആയിട്ടുള്ളൊരു എന്താ പറയുക, നല്ലൊരു നാടൻ ചായ കുടിക്കുന്ന ഒരു ഫീലാണ്. അപ്പോൾ അതാണ് ഇവിടെ എപ്പോഴും വെക്കുന്നത്. അതുകൊണ്ട് ഞാൻ പാൽ ചായ ഉണ്ടാക്കിയത്. ഷുട്ടുവാ വന്ന് ദോശ തിന്നു. കമ്മിയർ കം. ആരോ എടുക്കും എന്നാ അങ്ങനെ ആക്ക്. പെയിന്റ് കാര്യ, പെയിന്റ് പണിയാ. ഷുട്ടു കം ഹിയർ, കം ഹിയർ. വേഗം പോകണമെന്നാ? വേഗം പോകണമെങ്കിൽ തിന്നണം. എല്ലാം ഷോർട്ട് കേസിലിരുന്നിട്ടുണ്ടായിരുന്നു. ടോയ്സാണ് എല്ലാം എടുത്ത് പുറത്തിട്ടുണ്ട്. എനിക്ക് ഇന്നലത്തെ കുറച്ച് ബാക്കിയുള്ള ചിക്കൻ കറി, കുട്ടപ്പന് ചെറുപ്പയർ. നമ്മൾ ചായ കുടിക്കുമ്പോൾ ചുട്ടുവിനെ കുറേ വിളിച്ചു, പക്ഷെ അവൾ കളീൻ്റെ തിരക്കിലായതുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നില്ല. അവസാനം അച്ചാച്ചൻ ഓക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അച്ചാച്ചൻ്റെ ക്ഷമേൻ്റെ നെല്ലിപ്പലക തന്നെ കണ്ടു എന്ന് പറയാം. കാരണം അവൾ ഒറ്റയ്ക്ക് കഴിക്കാൻ നിന്നാൽ പിന്നെ നമ്മളെ ആരും അടുപ്പിക്കില്ല. അവൾ ഉള്ളതായ സ്വന്തം എന്തൊക്കെയോ കളിയിലുണ്ടാവുക. അപ്പം നമ്മൾ അത്രയും ക്ഷമിച്ച് ഇങ്ങനെ ഇരുന്നിട്ട് മാത്രം ഒരു ഫുഡ് കൊടുക്കുക എന്നുള്ള സംഭവം നടക്കുകയുള്ളൂ. അപ്പോൾ അവർ രണ്ടാളും കൂടി ഇങ്ങനെ അവിടുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് ഫുഡെല്ലാം കഴിക്കുന്നുണ്ടായിരുന്നു. നിങ്ങളെല്ലാവർക്കും മീൻ കിട്ടലുണ്ടോ? നമ്മളിവിടെ മീൻ വാങ്ങയില്ല. നമുക്കിന്ന് മീൻ വന്നില്ല, അമ്മ വന്നിട്ടൊന്നുമില്ല എന്ന് തോന്നുന്നു. അതുകൊണ്ട് നമ്മളിന്ന് സാമ്പാർ വെക്കാൻ തീരുമാനിച്ചു. നമുക്ക് അങ്ങനെ വരുമ്പോഴും വീട്ടിൽ നിന്ന് സാമ്പാറായിരുന്നു. വീട്ടിൽ സാമ്പാർ മീനില്ലാത്തതുകൊണ്ട് എന്നാ വെക്കണ്ടേന്ന് ആർക്കും മനസ്സിലാകുന്നില്ല. സോ ഇന്നത്തെ മെയിൻ സാമ്പാറാണ്. അത് കഴിഞ്ഞിട്ട് ഇനി എന്താണെന്ന് നോക്കണം. ഈ മീൻ കിട്ടാത്തത് ഇപ്പം കേരളത്തിൽ വലിയൊരു വെല്ലുവിളിയാണെന്ന് എനിക്ക് തോന്നുന്നത്. അമ്മക്ക് ചെറിയൊരു കോൾഡ് ഉണ്ട്, അതുകൊണ്ടാണ് ഈ ചുട്ടൂന് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അമ്മ മാസ്ക് ഒക്കെ ഇട്ട് നിൽക്കുന്നുണ്ടായിരുന്നേ. അപ്പോൾ എന്നാൽ പിന്നെ ഇന്ന് നമ്മൾ സാമ്പാർ ഉണ്ടാക്കാമെന്നുള്ള ഡിസിഷനിലാണ് അവസാനം എത്തിയത്. ഞാനിപ്പോൾ അങ്ങന്ന് വരുമ്പോഴേ മുക്കാളിന്നേ നമ്മൾ സാമ്പാർ തന്നെയായിരുന്നു കൂട്ടിക്കൊണ്ട് വരുന്നുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഒന്നിക്ക് ചിക്കൻ. അങ്ങനെ നമുക്ക് മീൻ കിട്ടാത്തതുകൊണ്ട് വലിയൊരു ബുദ്ധിമുട്ടിലാണ് ഇപ്പം എല്ലാവരും ഉള്ളത്. നമ്മളെ ഇങ്ങോട്ടേക്കുള്ള സൈഡിലൊന്നും കുഴപ്പമില്ല വാങ്ങുന്നതിനെന്ന് പറയുന്നു. പക്ഷെ എന്നാലും നമുക്കിപ്പം പറയാൻ പറ്റില്ല മീൻ എങ്ങോട്ടേക്കെല്ലാം ഒഴുകി പോകുന്നത്. ഒരു സ്ഥലത്ത് തന്നെ നിൽക്കുന്ന സാധനമൊന്നുമല്ലല്ലോ. അതുകൊണ്ട് പിന്നെ നമ്മൾ അത്ര റിസ്ക് എടുത്ത് വാങ്ങിക്കേണ്ടെന്ന് വിചാരിച്ചു. അതുകൊണ്ട് ഇപ്പോൾ എന്താണ് പച്ചക്കറി വെക്കേണ്ടതെന്നുള്ള ഡിസ്കഷൻ എല്ലാ ദിവസവും ഇങ്ങനെ ഭയങ്കര തല പുകഞ്ഞ് ആലോചിക്കുന്ന ഒരു സംഭവം. കാരണം നമുക്ക് എല്ലാവർക്കും ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട സാധനം എന്ന് പറയുന്നത് മീനാണ്. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ചിക്കൻ ഉണ്ടാവുക. എന്താ പറയുക, കഷ്ണം ഒന്നും ഇല്ലെങ്കിലും ആ ഒരു ടേസ്റ്റുള്ള ഒരു ചാറ് കിട്ടിയാൽ അതിനെക്കൊണ്ട് കഴിക്കുന്ന ആൾക്കാരാണ് നമ്മളെല്ലാവരും. പിന്നെ എൻ്റെ ചുട്ടൂന് പിന്നെ പറയേണ്ട ആവശ്യമില്ല, അവൾ ഭയങ്കര ഫിഷ് ഫാനാണ്. അപ്പോൾ അവളും വളരെ കഷ്ടപ്പെട്ടാണ് ഞാൻ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഫുഡെല്ലാം കൊടുത്ത് റെഡിയാക്കി കൊണ്ടുവരുന്നത്. അപ്പോൾ ഇന്നങ്ങനെ അമ്മ കുറേ
ആലോചിച്ച് നമ്മൾ അവസാനം സാമ്പാർ തന്നെ വെക്കാന്നുള്ള ഒരു ഡിസിഷനിലേക്ക് എത്തിയിട്ടുണ്ട്. ഈ സാധനം നമുക്ക് കൂട്ടാൻ പറ്റില്ല, മസാല ഞാൻ വെക്കുന്നില്ല. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ അടുത്ത് നമുക്ക് ക്യാബേജ് മുറിച്ചിട്ടോട്ടെ. ഓക്കെ, കട്ട്. പണ്ട് എനിക്ക് കൂട്ടത്തിൽ കൂടുതൽ ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു സാധനമായിരുന്നു ഈ കേബേജിനെ കൊണ്ടുള്ള വറവെന്ന് പറയുന്നത്. കല്യാണത്തിനെല്ലാം പോയിട്ട് അമ്മ ആ ഒരു പ്രത്യേകിച്ച് ആ ഉഴുന്ന് പരിപ്പൊക്കെ ഇട്ട് തരുന്ന ഭയങ്കര ടേസ്റ്റോടെ കഴിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ. പക്ഷെ എന്ന് എനിക്ക് ഈ തൈറോയിഡ് ഡയഗ്നോസിസ് ചെയ്തു അന്ന് തൊട്ട് കൂട്ടാൻ പറ്റാത്തൊരു സാധനമായിരുന്നു ഈ കേബേജ് എന്ന് പറഞ്ഞാൽ. കേബേജ് അടുപ്പിക്കാനേ പാടില്ല എന്ന് എപ്പോഴും ഡോക്ടേഴ്സ് പറയാറുള്ളത്. അതുകൊണ്ട് ഞാൻ കഴിക്കാറുമില്ല. എന്താ ചെയ്യുക. അപ്പോൾ അത് കുറേ നാളായി ഞാൻ ആക്ച്വലി കഴിച്ചിട്ട്. കുറേയെന്ന് വെച്ചാൽ കുറേ ഇപ്പോഴും ഞാൻ അധികം അങ്ങനെ പ്രിഫർ ചെയ്ത് കഴിക്കാറുമില്ല, ആ ഭാഗത്ത് നോക്കാറുമില്ല. എനിക്ക് കഴിക്കാൻ പറ്റാത്തതുകൊണ്ട് വീട്ടിലാരും വാങ്ങിക്കാറുമില്ല ആക്ച്വലി. അപ്പോൾ ഇതാ നമ്മൾ ക്യാബേജൊക്കെ കട്ട് ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ആദ്യമൊക്കെ ഞാൻ കയ്യിൽ വെച്ചിട്ട് തന്നെയായിരുന്നു ക്യാബേജ് മുറിച്ചുകൊണ്ടിരുന്നത്. പിന്നെയാണ് നമ്മൾ ഈ ബോർഡ് വെച്ച് മുറിക്കുന്നതിൻ്റെ ആ ഒരു നാക്ക് കണ്ടുപിടിച്ചത്. പിന്നെ ആസ് യൂഷ്വൽ എല്ലാ ഉപ്പേരി ഉണ്ടാക്കുന്ന പോലെ തന്നെ നമ്മളിതാ പച്ചമുളക് ഉള്ളിയൊക്കെ ഇട്ടു. പിന്നെ അതിലേക്ക് ഉപ്പും നമ്മുടെ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്തു. ചില ആൾക്കാർ മുളക് പൊടി ആഡ് ചെയ്യുന്ന ആൾക്കാരുണ്ട്, പക്ഷെ എനിക്ക് അതിനോട് വലിയ താല്പര്യമില്ല. ഞാൻ ഒരു ഉപ്പേരി വെക്കളും മുളക് പൊടി ആഡ് ചെയ്യാറില്ല. അതിന് നമ്മൾ പാനൊക്കെ അടുപ്പത്ത് വെച്ച് പിന്നെ ഉപ്പേരി ഉണ്ടാക്കാനുള്ള പരിപാടിയിലേക്ക് നീങ്ങി. അങ്ങനെ ഞാൻ ഉപ്പേരിയെല്ലാം റെഡിയാക്കി വെക്കുമ്പോഴേക്കും അമ്മ ഇതായിപ്പുറത്ത് നമ്മുടെ സാമ്പാറിന് വേണ്ടിയിട്ടുള്ള തേങ്ങ വറുത്തരക്കാനുള്ള പരിപാടിയിലായിരുന്നു. എന്താണെന്നറിയില്ല, എനിക്ക് ഇപ്പായിട്ട് തീരെ വലിയ താല്പര്യമില്ലാത്ത, ചോറിന് കഴിക്കാൻ വലിയ താല്പര്യമില്ലാത്തൊരു സാധനമായി മാറിയിട്ടുണ്ട് സാമ്പാർ. എനിക്ക് എങ്ങനെയാണ് ഇഷ്ടമെന്ന് വെച്ചാൽ നമ്മൾ ഇഡ്ഡലി സാമ്പാർ ചട്നി അതൊക്കെയാണെങ്കിൽ കഴിക്കാൻ ഇഷ്ടമാണ്. പക്ഷേ എനിക്കെന്നാ അറിയില്ല, ചോറിൻ്റെ കൂടെ ഇപ്പം അത്ര വലിയ ഇഷ്ടമില്ല. അപ്പോഴേക്കും ഇതാ നമ്മുടെ ഉപ്പേരി റെഡിയായി. ഞാൻ തേങ്ങയൊക്കെ ഇട്ടൊന്ന് സെറ്റാക്കി. അപ്പോഴേക്കും പിന്നെ ഞാൻ ഷുട്ടൂന് കുറച്ച് പാല് ചൂടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു. കാരണം അവൾ രാവിലെ കഴിച്ചതേ ഉണ്ടായിരുന്നുള്ളൂ. ഡാഡീനെ അടിച്ച വേദനയാവൂല്ലേ? ചൂലിനെ കൊണ്ട് അടിക്കുക. അത് ടെഡിക്ക് വേദനയാവൂലേ? നമ്മളെ സാമ്പാറിൻ്റെ കഷ്ണങ്ങളൊക്കെ വെന്ത് റെഡി ആയിട്ടുണ്ട്. അമ്മ തേങ്ങ വറുത്തത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി എല്ലാം കൂടെ അരച്ച് ഒന്നിച്ചൊഴിക്കുന്നു, അത്രയേ ഉള്ളൂ. കൊലിച്ച് ഇനി നമുക്ക് എന്താ ചെയ്യുക? ചോറിന്നണ്ടേ? ചോറ് നിന്നിട്ട് ഉറങ്ങാം. ചുട്ട് കുളിച്ച് കഴിയുമ്പോഴേക്ക് അമ്മേൻ്റെ കോലം നോക്കി ചുട്ട നമ്മൾ ഫുഡ് കഴിക്കട്ടെ. ആരാക്കി തന്നെ തോണി? അമ്മ. ആ അത്താത്തെ അച്ചാച്ചനും മോളും കൂടി തോണിക്കഥയൊക്കെ പറഞ്ഞ് ആകുമ്പോഴേക്കും ഇതാ നമുക്ക് ഫുഡ് കഴിക്കാൻ ടൈം ആയിട്ടുണ്ട്. അച്ഛൻ ഓൾറെഡി കഴിച്ച് ഞാൻ ചുട്ടൂനും കൊടുത്ത് ഒന്ന് സെറ്റാക്കി വെച്ചു. പിന്നെ ഞാൻ നേരെ പോയിട്ട് അവളെ ഉറക്കിയത് അവളെ ഞാൻ കുളിപ്പിച്ചതിന് ശേഷം കേട്ടോ ഉറക്കിയത്. എന്താ വെച്ചാൽ എന്നാൽ പിന്നെ എനിക്ക് എണീച്ച് ഞാൻ കുളിക്കല്ലേ വേണ്ടു. അപ്പോൾ കുറച്ച് സമയം ഞാൻ കിടന്നു, പക്ഷെ എനിക്ക് അങ്ങനെ ഉറക്കം വന്നില്ല. അപ്പോൾ പിന്നെ എണീച്ച് പോയിട്ട് കുളിക്കട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ കുളിച്ച് വരുമ്പോഴേക്കും ഇതാ ഷുട്ടൂപ്പി എണീച്ചിട്ടുണ്ട്. ഞാൻ കുളിച്ച് അപ്പം തന്നെ ഡ്രസ്സ് ചെയ്തു. ഇതാണ് എൻ്റെ ഒരു ഔട്ട്ഫിറ്റ്. ഇത് ഞാൻ കുറേ മുന്നേ സ്റ്റുഡിയോന്ന് എടുത്തിട്ടുണ്ടായിരുന്ന ഒരു ഡ്രസ്സാണ്. അപ്പോൾ ഇനിയിപ്പം ഞാൻ ഒന്ന് റെഡിയാവട്ടെ, എന്നിട്ട് നമ്മൾ ചായയും കുടിച്ച് ഇറങ്ങും. എന്തായാലും റെഡി ആയിട്ട് കാണാം. ഓക്കെ. കാര്യമായിട്ടുള്ള അങ്ങനെ റെഡിയായാലും പരിപാടിയൊന്നും ഇല്ല. നമ്മൾ വീട്ടിലേക്ക് ആണല്ലോ പോകുന്നത്, അതുകൊണ്ട് പ്രത്യേകിച്ചൊന്നും ചെയ്യുന്നുണ്ടായിരുന്നില്ല. പക്ഷെ മഴയില്ലെങ്കിലൊന്ന് നമ്മുടെ മുഴപ്പിലങ്ങാട് പുതുതായിട്ട് ഓപ്പൺ ആയിട്ടുള്ള നമ്മുടെ ഡ്രൈ ബീച്ചിൻ്റെ സംഭവങ്ങളൊക്കെ ഒന്ന് കാണണമെന്നുണ്ടായിരുന്നു മഴയില്ലെങ്കിൽ. പക്ഷെ നമ്മൾ ഇറങ്ങി കുറച്ച് അങ്ങോട്ട് എത്തുമ്പോഴേക്ക് തന്നെ ഭയങ്കര മഴയായിരുന്നു, ഒന്നും നടന്നിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് പിന്നെ നേരെ വീട്ടിലേക്ക് തന്നെ പോയി ഫുഡൊക്കെ കഴിച്ചിട്ട് അങ്ങനെ ഇതാ ഞാൻ റെഡിയായി. ജസ്റ്റ് ഒന്ന് മോയ്സ്ചറൈസർ മാത്രമേ ഇട്ട് കൊടുക്കുന്നുണ്ടായിരുന്നുള്ളൂ. ഞാൻ ലോ ബണ്ണൊക്കെ വെച്ച് കെട്ടി സെറ്റാക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ ലോ ബണ്ണൊക്കെ എനിക്ക് കാറിലെത്തി ഒരു അരമണിക്കൂർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എൻ്റെ ചുട്ടു എല്ലാം പറിച്ച് വലിച്ച് കളഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ റെഡി ആയിട്ട് വരുമ്പോഴേക്കും ഇത് അമ്മ ചായയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. നല്ല കട്ടൻ ചായയും നമ്മുടെ ഒരു മിച്ചറും പഴമൊക്കെ കൂട്ടി ചായയെല്ലാം കുടിച്ചു. ഷുട്ടൂന് ഞാൻ റാഗി കൊടുത്ത് ഒന്ന് ഫില്ലാക്കിയതിന് ശേഷം ഡ്രസ്സ് ചെയ്യാമെന്ന് ചോദിച്ചു. അങ്ങനെ ആൾ ഡ്രസ്സപ്പൊക്കെ ചെയ്തിതാ ഏച്ചിമാരെടുത്ത് പോട്ടയും ചോദിക്കാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്ക് ഇത് ആടുന്ന് വരുന്നില്ല. അവസാനം കുട്ടികൾ ഇങ്ങോട്ടേക്ക് കൊണ്ടാക്കേണ്ട അവസ്ഥയായിരുന്നു, വരുന്നില്ല എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ പിന്നെ നമ്മൾ ഇറങ്ങി. നമ്മൾ ഇറങ്ങിയല്ലേ? ചേച്ചി വന്നില്ല ചുട്ടു വിളിച്ചിട്ട്.
ഒരാൾ വിഷമത്തിലല്ലേ ഒച്ചുമാരുടെ അടുത്ത് നല്ല വന്നുകൊണ്ട് അല്ലേ ചോക്കേട്ടാ നമുക്കിനി കൊച്ചീശം കഴിഞ്ഞിട്ട് വരാം. ഇപ്പൊ നമ്മൾ ഇറങ്ങി നമ്മളിപ്പുറത്ത് കൂടെ അല്ലേ പോണ്ട്. ചെറിയൊരു പാറൽ മഴയുണ്ട്, നോക്കട്ടെ. ഓക്കെ മഴയോ? I love you ഷുട്ടു. I love you പാടാ പാടിയുമ്പോ മറ്റു കാര്യമില്ല. എന്നെ കൊല്ലുന്നു ഗൈസ്. അയ്യോ നിങ്ങൾ കാണുന്നുണ്ടോ? നിങ്ങളിത് കാണുന്നുണ്ടോ? എന്റെ കൊല്ലുന്നു. അങ്ങനെയാണ് കുറ്റകരാഴ്ച. എന്നാ ചുട്ടു ഇതെല്ലാം കൊണ്ടമേ കടിക്കറ കടിക്കറ കടിക്കറ. അപ്പ അമ്മയ്ക്ക് തേച്ച് പിടിക്കൂ. നിങ്ങൾ എന്റെ കോലം നിങ്ങൾ കാണും. മതി മതി മതി, എന്നെ വെറുതെ വിടും. അറിയില്ല. ഷുട്ടൂപ്പിനോട് യുദ്ധവും പിടിച്ച് എല്ലാം കഴിഞ്ഞ് ഇങ്ങെത്തുമ്പോഴേക്കും എനിക്ക് ഭയങ്കര വിശപ്പായിരുന്നു. നമ്മൾ ജസ്റ്റ് ചായയും കട്ടൻ ചായ കുടിച്ചിട്ട് ഇറങ്ങിയതല്ലേ. അപ്പം നമ്മുടെ കുഞ്ഞിപ്പള്ളിയുടെ ഉള്ള പുതിയ തുടങ്ങിയിട്ടുണ്ട് ക്രഞ്ചിയോ അതിനെന്തോ പറഞ്ഞൊരു ഷോപ്പുണ്ട്. അപ്പോൾ അവിടെ കയറിയിട്ട് നല്ല ചൂട് ബർഗർ കഴിക്കാമെന്ന് വെച്ചു. നല്ല മഴയല്ലേ. അപ്പം ഞാനൊരു ബർഗറൊക്കെ കഴിച്ചിട്ട് കുറേ നാളായി നമ്മൾ ബർഗർ കഴിച്ചിട്ട്. അപ്പോൾ ബർഗർ കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അവിടെ എത്തിയപ്പോഴും ചുട്ടു നല്ല അലമ്പായിരുന്നു. ഞാൻ ജസ്റ്റ് ഒന്ന് കുട്ടപ്പൻ ഫോണും വെച്ച് കൊടുത്ത് അവിടെ ഇരുത്തി. ഭയങ്കര അലമ്പ്, എല്ലായിടത്തും പോയിട്ട് എല്ലാം പിടിച്ച് വലിക്കുന്നു, ആൾക്കാരെ പോയിട്ട് തോണ്ടുന്നു. അതുകൊണ്ട് ഞാൻ അനങ്ങാണ്ട് അവിടെ ഇരുത്തി. അവസാനം നമ്മളെ ബർഗർ എത്തിയിട്ടുണ്ട്. ഞാൻ ഫ്രൈസ് വാങ്ങിയിട്ടുണ്ടായിരുന്നു, ചുട്ടു കഴിക്കുന്നു ചോദിച്ച്. പക്ഷേ അവൾ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. ഞാൻ പ്രതീക്ഷിച്ചതിനെക്കാട്ടിലും നല്ല ബർഗറായിരുന്നു കേട്ടോ. നാട്ടിൽ നമുക്ക് നല്ല ബർഗർ കിട്ടുക എന്ന് പറയുന്നത് കുറച്ച് ടാസ്ക് ആയിട്ടുള്ള കാര്യമായതുകൊണ്ട് എനിക്ക് വലിയ പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. നമ്മൾ കഴിച്ചതിൽ കുറച്ചും കൂടി അടിപൊളിയായിട്ടുള്ള ബർഗർ ഉണ്ടായിരുന്നു. നമ്മുടെ മാഹിയിലുണ്ടായിരുന്ന ഒരു ഫ്രൂസോ എന്ന് പറയുന്നൊരു ഷോപ്പുണ്ട്, അവിടുത്തെ നല്ല അടിപൊളി ബർഗറായിരുന്നു. ബട്ട് ഇതെനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. 149 അങ്ങനെ ഒരു ബർഗറിന് വരുന്നുള്ളൂ. പിന്നെ നമ്മൾ ഇപ്പം ഫുഡൊക്കെ കഴിച്ച് പിന്നെ വീട്ടിലേക്ക് പോയി. ചുട്ടൊന്നും കഴിച്ചിട്ടില്ല, ആൾക്ക് തന്നെ പൊതുവെ അങ്ങനത്തെ സാധനങ്ങൾ കൊടുക്കില്ല, അതുകൊണ്ട് കഴിച്ചിട്ടുമില്ല. നല്ല ബർഗറായിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല ക്വാളിറ്റി ഉള്ള സംഭവമായിരുന്നു, നല്ല ചൂടിൽ ഫ്രഷ് ആയിട്ട് തന്നെ കിട്ടി. പിന്നെ എന്തായാലും നമ്മൾ വീട്ടിലേക്ക് പോട്ടെ. ടാടാ ബൈ. കുരുത്തം കെട്ട പെണ്ണാണിത്, കുരുത്തം കെട്ട. അച്ഛനും അമ്മയും ഭയങ്കര ബർഗർ ഫാൻസ് അല്ല, അതുകൊണ്ട് ഞാൻ അവർക്ക് അൽഫാമ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ വരുമ്പോൾ. അപ്പോൾ ആട്ടപ്പൊറോട്ട ഉണ്ടായിരുന്നു. ഷുട്ടുപ്പിയും അമ്മേൻ്റെ അച്ഛൻ്റെയും കൂടെ അതൊക്കെ കഴിച്ചു. അവൾ കുറച്ച് കഴിച്ചിട്ടില്ല, അവൾ അങ്ങനെ ഭയങ്കര ചിക്കൻ ഫാൻ അല്ല, ഞാൻ എപ്പോഴും പറയാറുണ്ട്. ആട്ടപ്പൊറോട്ട ഉള്ളത് കുറച്ചാൾ കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളിങ്ങനെ ഇരുന്നു, ആളുടെ കളിയാണല്ലോ ഇനിയുള്ളത് ഫുള്ള്. തത്തേൻ്റെ കൊക്ക എല്ലാം കൂടി മൈക്ക്. വായില് വെക്കല്ലേ ചുട്ടോ? അല്ല അച്ചാച്ച ആന കളിക്കാൻ വിളിക്കുന്ന ചുട്ടേന. എൻ്റെ അമ്മേ ഇതിങ്ങ് വിട്. എല്ലാം കൂടെ ആനേൻ്റെ മേത്ത് കടന്നിട്ട് പോന്ന.
മുറുക്കി പിടിച്ചാ മതിയായ അതാ എൻ്റെ അമ്മേ എടാ എടാ ഏ ഗുണ്ടേ അതാ അച്ഛനച്ചോ അതാ 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 ഞാനൊന്നും അവൾക്ക് കൊടുക്കണ്ടെന്ന് വിചാരിച്ച പിന്നെ ആൾ തകൃതിയായിട്ട് നല്ലോണം കളിച്ച് വേർത്ത് അതുകൊണ്ട് രാത്രി എന്തായാലും വിശക്കും അതുകൊണ്ട് ഞാൻ കുറച്ച് ഓട്സാക്കി കൊടുക്കാമെന്ന് വിചാരിച്ച് പിന്നെ നേരെ ഓട്സാക്കാൻ വേണ്ടിയിട്ട് പോയി. ചത്താ കൊന്നാ രണ്ടാൾ കുടിച്ച് കുറുകനെ കൊന്ന് ഷോ പോലീസ് വരട്ടെ രണ്ടാളി പിടിക്കേ പോലീസ് വരട്ടെ രണ്ടാളി പിച്ചേ പിച്ചട്ടെ പിടിക്കും പിടിക്കോ കുറുകനെ കൊന്നില്ലേ ഷോ അപ്പൊ ചുട്ടുപ്പ് ഇതാ ഓട്സ് എല്ലാം കുടിച്ച് സെറ്റ് ആയിട്ടുണ്ട്. ഇനിയിപ്പൊ നമ്മള് ബ്രഷ് ചെയ്യാൻ പോവാണ് അല്ലേ നമ്മള് ബ്രഷ് ചെയ്യട്ടെ. നമ്മൾ ബ്രഷ് ചെയ്തിട്ട് എന്നിട്ട് ഫ്രഷായി പാമ്പിയൊക്കെ മാറ്റി നമ്മൾ മേലെ പോവല്ലേ നമ്മൾ മേലെ പോകും. നമ്മൾ ബ്രഷ് ചെയ്തിട്ട് കാഷ് എന്താ പാത്തിയാ ഓ ചുട്ടു അമ്മേനെ കൊതുകടി അല്ലെ വെള്ളം മറിഞ്ഞു പോവും. അനിതാ ഞാൻ ചുട്ടുപ്പി മേലെ എത്തി. മറ്റേ ഇതുപോലെയല്ലേ മറിഞ്ഞു പോവും. അതൊക്കെ അവിടെ വെക്കുക അതെല്ലാം അമ്മ മാറ്റി തരും അവിടെ വെച്ച്. ചുട്ടു ചക്കീനെ കൊണ്ടാ വന്നിന്ന് ചക്കീനെ കാണിച്ചു കൊടുത്തേ ഇവർക്ക്. ചക്കി ഇതന്നെ ചുട്ടുപ്പിന്റെ ചക്കി അല്ലേ ഒരു ഫോട്ടോ എടുക്കട്ടെ അമ്മ ചക്കീൻ്റെ ചുട്ടുപ്പിൻ്റെ. ഓക്കെ അതിനാ നമ്മൾ മേലെ എത്തി. ഇനിയിപ്പം ഇവളിരുന്ന് കുറേ നേരം കളിക്കും. ഞാൻ ഹോട്ട്സ്റ്റാറിൽ വന്നു തുടരും സിനിമ വന്നിട്ടുണ്ടായിരുന്നു അപ്പം അത് കണ്ടുകൊണ്ടിരിക്കലായിരുന്നു. കുറച്ച് സമയം അവിടെ നിന്ന് കളിച്ച് ചുട്ടുപ്പി എന്നിട്ട് പിന്നെ നമ്മൾ മേലെ വന്നു. ഇനിയിപ്പോൾ ഇവൾ ചിലപ്പം വേഗം ഉറങ്ങാൻ ചാൻസ് ഉണ്ട്. ഇന്ന് എന്തോ ഉറക്കെല്ലാം വരുന്നുണ്ട്. നമ്മൾ ഇന്ന് ട്രാവൽ ചെയ്യുന്ന സമയത്ത് വണ്ടിയിൽ നിന്ന് ഉറങ്ങിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്നത്തെ നമ്മളെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങൾ എന്ന് പറയുന്നതൊക്കെ തന്നെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എന്തായാലും നമുക്ക് നാളത്തെ പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരെ ഗുഡ് നൈറ്റ്. പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ. ലൈക്ക് ചെയ്യുന്ന അപ്പൊ എല്ലാവർക്കും നാളെ നമ്മുടെ വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരെ ബൈ ബൈ. ഏട്ടാ പതുക്കെ ആക്കോ. അങ്ങനെയൊന്നും ആക്കിയാൽ എന്റെ ദൈവമേ എനിക്ക് ആകെയുള്ള മുടിയാണല്ലോ.